+2 കഴിഞ്ഞു, ഇനി എന്ത്? ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് ഏതാണ്? പെട്ടെന്ന് ജോലി കിട്ടുന്നത്, പഠിച്ചു കഴിഞ്ഞ ഉടനെ കിട്ടണം. ഇത്തരം ഒരുപാട് ചോദ്യങ്ങളാണ് ഉള്ളത് പാരൻസിനും വിദ്യാർത്ഥികൾക്കും. നമുക്ക് ബയോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ തന്നെ 7-ലധികമാണ്. MBBS-ഉം BDS-ഉം അതുപോലെ തന്നെ ഹോമിയോ, യുനാനി, സിദ്ധ, ആയുർവേദ, അങ്ങനെ എടുത്തു നോക്കിയാൽ രസകരമായ കോഴ്സുകൾ. ഇനി അതൊക്കെ വിട്ടിട്ട് നമ്മൾ അലൈഡ് സയൻസിലേക്ക് പോയാൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അങ്ങനത്തെ കോഴ്സുകൾ. ഇതൊന്നും വേണ്ട, എൻട്രൻസ് ഒന്നും എഴുതാതെ വേഗം ജോലി കിട്ടുന്ന കോഴ്സുകൾ എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സസിൽ ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയാൻ പറ്റുന്ന നഴ്സിംഗ്, ഫാർമസി, ലാബ് ടെക്നോളജി. ഡെവലപ്പിംഗ് അല്ലാത്ത ഒരു നമ്മൾ സാധാരണ പറഞ്ഞ ടെർമിനൽ കോഴ്സ്, ജോലി വേഗം കിട്ടുമ്പോൾ ഹയർ സ്റ്റഡീസ് ഉണ്ടാവില്ല എന്നർത്ഥത്തിൽ പരാമർശിക്കാൻ പറ്റുന്ന കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, അതുപോലെ തന്നെ അനസ്തേഷ്യ, ഓപ്പറേഷൻ തിയേറ്റർ, റെസിപ്പിറേറ്ററി, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, റേഡിയോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് രസകരമായ തൊഴിൽജന്യമായ കോഴ്സുകൾ. ഇനി പാരാമെഡിക്കൽ തന്നെ വളരെ വൈവിധ്യമാർന്ന രസകരമായ ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ബ്ലഡ് ബാങ്കിങ്, ഡയാലിസിസ്, അനസ്തേഷ്യ, അങ്ങനെ വരുന്നു രസകരമായ മേഖലകൾ. കോഴ്സുകൾ ഒരുപാടാണ്. ഇതിൽ ഏതാണ് ഏറ്റവും മികച്ചത്? കൊമേഴ്സിന്റെ കാര്യം വരുമ്പോൾ കൊമേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സിലും ഫിനാൻസിലും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിലുമാണ്. അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് നോക്കുന്ന ആളുകൾക്ക് BCom മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്. BBA മാനേജ്മെന്റ് നോക്കുന്ന ആളുകൾക്ക് BBA ഒരു ഓപ്ഷൻ മാത്രമല്ല ഉള്ളത്. 70-ലധികം സ്പെഷ്യലൈസേഷൻ ബിസിനസ് സ്റ്റഡീസിൽ മാത്രമുണ്ട്. BCom പഠിച്ച ഒരാളെ സംബന്ധിച്ച് അക്കൗണ്ട്സും ഫിനാൻസിലേക്കും പകരം ഫിനാൻസിൽ തന്നെ വൈവിധ്യമാർന്ന മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, ബാങ്കിങ്ങും വളരെ രസകരമായ മറ്റു മേഖലയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇൻഷുറൻസ്, ആക്ച്വറി ആയിട്ട് ബന്ധപ്പെട്ടത്, ടാക്സേഷൻ മറ്റൊരു മേഖലയിൽ. മാനേജ്മെന്റിലേക്ക് വരുമ്പോഴോ ലോജിസ്റ്റിക്സും ഇന്റർനാഷണൽ ബിസിനസ്സും വെയർഹൗസിങ്ങും പ്രൊക്യൂർമെന്റും ഒക്കെ രസകരമായ വൈവിധ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഹ്യൂമാനിറ്റീസ് എടുത്താലോ, ഹ്യൂമാനിറ്റീസിലെ ഓരോ സബ്ജക്റ്റിനും രസകരമായ വൈവിധ്യങ്ങളാണ്. ഇക്കണോമിക്സിൽ മാത്രം 12-ലധികം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. വെൽഫെയർ ഇക്കണോമിക്സും ഡെവലപ്മെന്റൽ ഇക്കണോമിക്സും ഡെവലപ്മെന്റ് സ്റ്റഡീസും ഇക്കണോമെട്രിക്സും മാത്തമെറ്റിക്കൽ ഇക്കണോമിക്സും പോലുള്ള വൈവിധ്യങ്ങൾ. ഇനി സോഷ്യോളജി എടുത്താൽ സോഷ്യോളജിയിൽ നിങ്ങൾക്ക് സൈക്കോളജിയിലേക്ക് സ്വിച്ച് ചെയ്യാം, സോഷ്യോളജിയിൽ നിന്ന് നിങ്ങൾക്ക് HR-ലേക്ക് വരാം, സോഷ്യോളജി വെച്ചുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് വരാം, പൊളിറ്റിക്കൽ സയൻസിന് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക്. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ വെറും ടീച്ചിങ് മാത്രമല്ല, പബ്ലിക് റിലേഷനും മീഡിയയും പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രിയേറ്റീവ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ മാറാം. നോക്കുമ്പോൾ വൈവിധ്യങ്ങൾ ഒരു കൂമ്പാരമാണ്. കോഴ്സുകൾ കൺഫ്യൂസ്ഡ് ആണ് വിദ്യാർത്ഥികൾ. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി മാത്രം കോഴ്സുകൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായ, ഏറ്റവും അനുയോജ്യമായ, നിങ്ങളുടെ സ്കില്ലിനോടും നിങ്ങളുടെ പൊട്ടൻഷ്യലിനോടും നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കണക്റ്റഡ് ആവുന്ന ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എത്തും. അത് ഏറ്റവും മികച്ച കോഴ്സ് ആയിരിക്കും. അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യാൻ കരിയർ ഗുരു ഏറ്റവും സയന്റിഫിക് ആയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ബേസിൽ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുക, മറക്കാതെ നല്ല കരിയർ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. Career Guru, molding your future.